അപ്പൻ എൻ്റെ കൂടെ വീട്ടിൽ വരണം. കാറ് കൊണ്ടുവരാം. അപ്പാ ഞാൻ പറയുന്നത് കേൾക്കണം. അപ്പൻ എൻ്റെ കൂടെ വീട്ടിൽ വരണം. ഞാൻ പറയുന്നത് അപ്പന് മനസ്സിലായോ? ഇവിടെ കിടന്നോളാം. ഇവിടെ കിടന്നാ മതി. പറഞ്ഞാലും മനസ്സിലാവത്തില്ല. മനസ്സിലായിട്ടാ. പൊയ്ക്കോ നീ. ഇനി നീ അപ്പനെ ഓർത്ത് വിഷമിക്കണ്ട. എനിക്ക് നീ എന്തവാ വേണ്ടേ? ഓർത്ത ഒരനാഴിക നേരം. നീ കേട്ടല്ലോ, ഇങ്ങനെ തുടങ്ങിയ എന്തവാ ചെയ്യുന്നേ? അതാ പറഞ്ഞേ, അപ്പൻ ഇവിടെ കിടക്കട്ടെ. അപ്പന് ചെലവിനുള്ള വക എല്ലാവരും കൂടെ കൊടുത്താ മതി. അതെങ്ങനെയാ വേണ്ടേ? എന്താ വേണ്ടെന്ന് പറയടാ. അല്ലേ, ഞാൻ എന്തോ പറയാനാ? അച്ചായനല്ലയോ മൂപ്പൻ. എന്തോന്ന് വെച്ചാ പറ. ഇക്കാര്യത്തിൽ എന്തോ മൂപ്പാടാ മാത്തുക്കുട്ടിയെ. അല്ലേ, അത് പറഞ്ഞാൽ തോന്നും മൂപ്പൻ അപ്പൻ കൂടുതലെങ്ങാണ്ട് കൊടുത്തായിരുന്നെന്ന്. കോണകം കൊടുത്തു തുടങ്ങിയപ്പോൾ തൊട്ട് അപ്പൻ്റെ കൂടെ കുടുംബം നോക്കാൻ ഇറങ്ങിയതാ. ഇല്ലേപ്പാ? ഒന്നും കട്ടും പൊട്ടിച്ച് സമ്പാദിച്ചിട്ടില്ല. നീയൊക്കെ ചോറിടുന്ന നിലം കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയേ നായന്മാരുടെ തല്ലുകൊണ്ട് എല്ലൊടിഞ്ഞതേ ഉള്ളൂ സമ്പാദ്യം. അല്ലേ അപ്പാ? ഇന്നും നേരം നോക്കിയാ എൻ്റെ പിള്ളേരിച്ചിരി കഞ്ഞിവെള്ളം കുടിക്കുന്നേ. വീതം വെച്ചപ്പോഴും അപ്പൻ ഇളയ മക്കളെയാ കരുതിയേ. അങ്ങനെ പറയല്ലേ? എന്തോ അങ്ങനെ പറഞ്ഞാലെങ്ങനെ? പറയുമ്പോ എല്ലാം പറയണം. കീവറിയച്ച മാത്രമൊന്നുമല്ല തല്ലുകൊണ്ട്, ഞാനും തല്ലുകൊണ്ടവനാ. അല്ലേ, എല്ലാവരും മൂത്ത ചേട്ടൻ കുഞ്ഞുമ്മ കൊണ്ട് തത്താന്നേ. അതിന്റെ ചേതം ആർക്കാ? അതിന്റെ ചേതം എനിക്കും ഇല്ല, നമുക്കാർക്കും ഇല്ല. അത് കുടുംബം നോക്കുന്ന അങ്ങയുടെ ചെറുക്കൻ ഈ നിൽക്കുന്ന കുഞ്ഞപ്പിക്കേ കാണത്തുള്ളൂ. അല്ലേ അപ്പം പറയട്ടെ. പിന്നെ ഇതൊക്കെ ഞാൻ പറയണ എന്തോ ഞാന്ന് ചോദിക്കരുത്. ഈ ഒരീച്ചായും പറഞ്ഞോണ്ട് പറയുക. അപ്പം ബാത്ത് വെച്ചിരുന്നേ എന്തുവാ മറ്റുള്ളവർക്ക് തന്നേ? പറയുമ്പോ അതും പറയണല്ലോ. പക്ഷേ നമുക്കില്ലേലും അപ്പൻ്റെ കൂടെ നടന്നതിൻ്റെ ഗുണം ഉണ്ടായിട്ടുള്ളത് കീവറിയിച്ചിട്ട് തന്നെ. ഞാൻ പറഞ്ഞത് നേരല്ലേ പറഞ്ഞാട്ടെ. കുടുംബസ്വത്ത് നിന്ന് എടുത്ത് പേരെ വെച്ചു കൊടുത്തു, പെണ്ണിനെ കെട്ടിച്ച് വിട്ടു. ഇല്ലയോ? നീ കണക്കെണ്ണി പറഞ്ഞോടാ. പക്ഷെ നീ കണക്കെണ്ണുന്നത് എൻ്റെ പിള്ളപ്പരാധനത്തിൻ്റെ പേരിലാ, ഓർമ്മിച്ചോ? അപ്പം കെട്ടിച്ചേർന്ന പെണ്ണ് ആണ്ടെ പെരയ്ക്കകത്ത് നിൽക്കുന്നു. അത് കർമ്മദോഷം. ആരാണ്ട് ഏതാണ്ട് ചെയ്തെന്നോ പെണ്ണിന് മഹാരോഗം പിടിവെച്ചേ. ശേഷമുള്ളവർ ഇപ്പോഴും കിടക്കുന്നു പെലമാടത്തില്ല. ഞാനിപ്പോഴും ഉറപ്പിറന്നവനാന്ന് പറയാൻ ഫിലിപ്പോച്ചിന് കുറച്ചില്ല. എറിഞ്ഞവനെ കടിക്കാതെ ഏറെ കടിക്കാൻ നോക്കുന്ന എന്തോയിനാ? എനിക്കുള്ളതൊക്കെ നിങ്ങൾ അപ്പനും ഇച്ചായന്മാരൊന്നും തന്നതല്ല, ദൈവം തന്നെയാ. എല്ലാവർക്കും കിട്ടിയതുപോലെ 5 പറ നിലവും 63 സെന്റ് പുരയിടും തന്നെ എനിക്കും കിട്ടിയേ. ഞാൻ മേലുയർത്ത് കഞ്ഞി കുടിക്കാൻ വകയുണ്ടാക്കിയത് കണ്ണി പിടിക്കുന്നില്ലേ പറ? ഈ നാട് വിട്ട് വല്ലോടത്തും മാറി താമസിച്ചേക്കാം. നീ എന്തോനാടാ പോകണ്ടേ? നാട് വിട്ട് പോകേണ്ടവനെ ഞാനാ. വല്ല കൂർഗിലോ കാസർഗോട്ടോ ഒക്കെ പോകണമെന്ന് വിചാരിച്ചിരിക്കേ. നീയും നിന്റെ അനിയനും ഒക്കെ പ്രമാണിമാരായിട്ട് ജീവിക്കുന്നിടത്ത് ഒരു ചേട്ടൻ അത്താഴപ്രശ്നക്കാരായിട്ട് എന്തോനാടാ? ദേ എൻ്റെ കാര്യം അങ്ങ് കളഞ്ഞേര്. ഞാൻ തെണ്ടിയോ എരന്നോ കഴിഞ്ഞോളാം. ഇച്ചിരി കഞ്ഞിവെള്ളം താന്നും പറഞ്ഞ് നിങ്ങളുടെ ആരുടെയും വടക്കേത് വരുന്നില്ലേ? കുഞ്ഞപ്പേ, ഇങ്ങി വാ, ഇത് കൊടുത്തേ. അതും ഇതൊക്കെ പറഞ്ഞ് സമയം കളയാൻ എന്തോനോ പാപ്പ. വന്ന കാര്യം തീരുമാനിച്ചു പോവാം. അതാ പറഞ്ഞേ, അപ്പന് ചെലവിനുള്ള വക എല്ലാവരും കൂടെ കൊടുക്കണം. അപ്പന് കറുപ്പ് തിന്നണം, ഉടുക്കാനും തേക്കാനും കഞ്ഞുടിക്കാനും വേണം. ഉച്ചയ്ക്കൊരു നേരം ഒഴിച്ചുള്ളതൊക്കെ ഇതുവരെ ഞാനാ നോക്കിയേ. എനിക്കിപ്പോൾ അതിനുള്ള പാങ്ങില്ല. അല്ല, കൂടുതലൊന്നും എനിക്ക് തന്നിട്ടുമില്ല. ഭാഗപത്രത്തിൽ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അതിൽ പിന്നെ തർക്കം വേണ്ടല്ലോ. അല്ല, അതിനെന്തോ വീതം കൊടുക്കണമെന്നാണ് നിന്റെ ഉദ്ദേശം? ഓ, ഏറെയൊന്നും വേണ്ട. വീടൊന്നിക്ക് 25 രൂപയെങ്കിലും കൊടുത്തേക്കണം.
25 4 100. 100ക്ക് പിന്നെ ഒന്നുകൂടെ. കൊള്ളാം. അല്ലടാവേ, നിന്റെ ചിലവ് കൂടി ഇതിനകത്ത് നടന്നു പോയില്ലയോ? ദേ കൊള്ളരുതാഴിക പറയുന്നതിന് ഒരു അതിരുണ്ട്. ബന്ധു നിലയെ നോക്കിയാൽ ഞാൻ ഈ അരുതാവർത്താനം സഹിക്കുന്നത്. ഉപ്പാപ്പ അപ്പൊ കയറി തലക്കിരിക്കാൻ വരുന്നു. ദേ, വിവരം ഞാനങ്ങ് പറഞ്ഞു തരുവേ. ഇതെന്തോ വർത്താനം ഉപ്പാപ്പ? വല്ലോം പറയാൻ എനിക്ക് താങ്ങേണ്ട ആവശ്യമുണ്ടോ? ഒരുത്തന്റെ ഓശാരം കൊണ്ടൊന്നുമല്ല ഞാൻ കഴിയുന്നേ. എന്റെ ചെറുക്കം പട്ടാളത്തിൽ നിന്ന് അലോട്ട്മെന്റ് അയച്ചു തന്നിട്ടാ. ചുമടെടുത്തോ കൂന്താലി കളിച്ചോ എനിക്കറിയാം അപ്പനെ നോക്കാൻ. പിന്നെ അതിന് മാനക്കെടൊന്നും പറഞ്ഞുകൊണ്ട് വന്നേക്കരുതേ. ഹാ, നീ കിടന്ന് തുള്ളാടാ മാത്തുക്കുട്ടിയെ. കുഞ്ഞെടുക്കാൻ പറഞ്ഞ നേരല്ലയോ? ഇതിനും മാത്രം ചെലവനാടാ അപ്പന്. പിള്ളേർ പുറനാട്ടിൽ നിന്ന് ജോലിക്ക് പോയിച്ച് വരുമ്പോഴെല്ലാം കൊടുക്കത്തില്ലയോ അപ്പന് മുണ്ടും നേരിയതും പിന്നെ 5-10 രൂപയും. പെൺപിള്ളേർ മാപ്പിള വീട്ടിൽ നിന്ന് വരുമ്പോഴും കൊടുക്കും എന്തേലും. പിന്നെ വന്നാലും പോയാലും 3 നേരത്തെ ആഹാരത്തിൻ്റെ കാര്യമല്ലയോ? അതിനുണ്ടോടാ ഇത്രയും വലിയ കണക്ക്? അല്ലേ, കാര്യം പറയുമ്പോ തല്ലാൻ പറഞ്ഞ കണ്ടില്ലയോ അവൻ? ഓ, എന്നാ പിന്നെ നിങ്ങൾ ആരെങ്കിലും അപ്പനെ കൊണ്ടുപോയി അന്വേഷിക്കേ, അറിയണമല്ലോ. അതെങ്ങനെ വരുവോ? നീ ദുർബോധന കൊടുത്തിട്ടിരിക്കുമല്ലയോ? ഒരുത്തനെയും വകവെക്കാതെ തന്നിഷ്ടത്തിന് നടന്ന മനുഷ്യനാ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വയ്യാതെ കിടക്കുന്ന എൻ്റെ അപ്പനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിപ്പോരുത്. ഒന്നും കൊടുക്കാൻ വേണ്ട, അന്വേഷിക്കാൻ വേണ്ട. പൊയ്ക്കോ, അതാ നല്ലത്. പിന്നെ അപ്പനോടുള്ള സ്നേഹം പറഞ്ഞ് ഒരുത്തരും ഇങ്ങോട്ട് കയറിയേക്കരുത്. പക്ഷെ ഒന്നോർത്തോണം, അപ്പന്റെ ശാപം 7 തലമുറക്കിരിക്കും. ഓ, അവന്റെ മാത്രം അപ്പൻ, വേറെ ആരുടെ അല്ല. ദേ കണക്കെണ്ണിയപ്പോ അപ്പൻ എല്ലാവരുടേതുവാ. കായിന്റെ കാര്യം വരുമ്പോഴാ അപ്പൻ എന്റേത് മാത്രമാകുന്നത്. വേണ്ട, കായിന്റെ പേരിൽ തെറ്റണ്ട ഉടപ്പറന്നന്മാര്. അപ്പൻ എല്ലാവരുടെയും കൂടായി തന്നെ ഇരിക്കട്ടെ. അതിന് ഫിലിപ്പോസ് അവകാശം പറയുന്നുമില്ല. 1 2 3 4 5 6 7 8 9 10. അപ്പാ, ദാണ്ടേ ഇത് തീരുമ്പോഴേ അപ്പൻ്റെ കാര്യത്തിന് എന്തുവാ വേണ്ടതെന്ന് വെച്ചാൽ ആരേലും പറഞ്ഞയച്ചാൽ മതി, ഞാൻ കൊടുത്തയക്കാം. ദാണ്ടേ ഇവിടെ ഇരിപ്പുണ്ടേ. ആ, മാത്തുക്കുട്ടി, തീർന്നില്ലേ പ്രശ്നം? ഇനി എനിക്ക് പോവാലോ. ഉപ്പാപ്പ ഇത് കുടിച്ചേച്ചുമ്പോ ഇട്ടോണ്ട് വന്നില്ലയോ? വേണ്ടടാ കുഞ്ഞാപ്പി, 2 അണയുണ്ടെങ്കിൽ അപ്പുറത്തെ കടയിലും കിട്ടും കാപ്പി. അതിനന്നേ പിന്നെ ആരോടും കണക്ക് പറയേണ്ടി വരത്തുമില്ല. നാറന്നേ മണക്കെന്നേ അറിയാത്ത ഫിലിപ്പോസേ, ഡാ. അപ്പാ, ഞാൻ പോവുക. എണ്ണുമ്പോഴേ എല്ലാം കൈവരിലേക്കൂടെ ചോർന്നങ്ങ് പോവും. അറിയാൻ വയ്യാത്തതല്ല. എന്നാലും പറയുക, വെറും കയ്യേ കാണത്തുള്ളൂ ഒടുക്കം. അതിന് വലിയ സമയമൊന്നും വേണ്ട. അത് പിന്നെ പറയണോ? ആ, എടാ കുഞ്ഞാപ്പിയേ, ആ പിലിപ്പോത്തിന് വെച്ച ചായ എടുത്തേ. തണുത്ത് പോയി കാണോ ഇല്ലയോ? ഇല്ലേ ഉപ്പാപ്പ, ചെറിയ ചൂടുണ്ട്. ആ, കുടിച്ചേക്കാം. ഞാൻ ഇച്ചിരി ഇരുട്ടിയിട്ടേ വരത്തുള്ളൂ. ആ പൊയിലക്കാരൻ മാത്തൻ്റെ ഒരു കാര്യത്തിന് ഇടവക്കാരെയൊക്കെ ഒന്ന് കാണണം. നമ്മുടെ കുടുംബത്ത് സ്വന്തം ഉടപ്പുറന്നന്മാർ മാത്രമേ ഉള്ളൂ നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്തെ. വേറെ ഈ നാട്ടിൽ മൊത്തം നമ്മുടെ പേര് ചൊല്ലുവിളിയുണ്ട്. ആ, ദിനാമോ, ആ പുത്തൻകണ്ടത്തിൽ നിന്ന് പണിക്കരുടെ ഒച്ചം വന്നാലേ ഞാൻ കണ്ടോളാന്ന് പറഞ്ഞേര്. ഓ,
ഓ എന്തോ പറയാനാ, ഒത്തു നിന്നപ്പോ ഒത്ത കൊലയായിരുന്നു. ഓരോന്നോരോന്നായിട്ട് തൊണ്ണാൻ പൊഴിഞ്ഞ് ഇതാ ഇപ്പൊ കണ്ടോ, ക്ലാഞ്ഞില് മാത്രമേ ഉള്ളൂ. ചെല്ലിക്കുത്ത് തന്നെ. ആ എന്നാ പിന്നെ നീ ഇവിടെ ഇരി. അപ്പാ ഞാൻ പോവാ. മാത്തുക്കുടിച്ചേ ഓ അവര് വന്ന് കാത്തിരിക്കുക. ഒന്നോർത്ത കഷ്ടം അവന്റെ കാര്യം. ചുമ്മാ പറഞ്ഞ് കൊഴിഞ്ഞുകളല്ലേ ചേ. എനിക്കറിയാടാ അവറാനെ. പള്ളി വിളിപ്പിച്ച് അച്ഛൻ എന്നോട് എല്ലാം പറഞ്ഞായിരുന്നേ. അതാ ഞാനേറ്റേ. അല്ലേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിനക്കറിയാവല്ലോ. ഓ തൊല്ല പിടിച്ച കേസാന്നേ. പിന്നില്ലയോ? അല്ലേ അവർക്കും അറിയത്തില്ലയോ അത്? ഞാൻ ഇന്നലെ വാഴവിള ചെന്നപ്പോ ദാരിലിച്ചാൻ പറയുക മേലാടത്തെ മാത്തുക്കുട്ടി ഏറ്റ നടക്കുമെന്ന്. അല്ലേലും അവൻ എങ്ങനെയല്ലേ നടത്തിയെടുക്കുമെന്ന്. അല്ല അതിപ്പോ ഈ പരച്ചമ്പൂട്ടിൽ ആർക്കും അറിയാൻ മേലാത്തെ. ആ ഇതാണ്ടേ അവരാ. മേലാടുത്ത കുഞ്ഞിന് എന്നെ മനസ്സിലായോ? അല്ലേ അതെന്തുവാ മാവൻ അങ്ങനെ ചോദിച്ചേ? വാഴവെള്ളക്കാരെ എനിക്കറിയാൻ മേലേ. നമ്മളെല്ലാം ഒരേ കരയിലല്ലയോ? അല്ലേ അവറാനെ? പിന്നല്ലയോ? പിന്നെ മാവൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ അല്ലയോ? ഇതേ എൻ്റെ എല്ലാവരും ഇളയ പെണ്ണിൻ്റെ മാപ്പിളയാ കുഞ്ഞെ. നൂറനാട്ടുകാരാ. ഇങ്ങോട്ട് വരത്തില്ല. വല്ല അടിയന്തുരം ഉണ്ടാലേ കാണത്തുള്ളൂ. ആ അതാ ഈ കര കണ്ടിട്ടില്ല. കെട്ടിക്കഴിഞ്ഞ 1-2 വട്ടമേ വന്നിട്ടുള്ളൂ. പിന്നെ എനിക്കുള്ള പരിചയം. ഉം. ഞാൻ 100 കൊട്ടയിൽ പണിക്കുന്നില്ലായിരുന്നോ? അപ്പോഴെവരുടെ വീട്ടിലായിരുന്നു ചായ താമസം. നല്ല തങ്കപ്പെട്ട മനുഷ്യരാ. കുഞ്ഞിനറിയാമല്ലോ നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതി. നിലമുള്ളത് വിറ്റു. എവൻ്റെ അങ്ങാന്നേ കഞ്ഞി കുടിച്ച് കഴിയണേ. എവൻ്റെ ചേട്ടൻ്റെ ചെറുക്കനോടത്തൻ ഭിലായില്ല. അവൻ അയക്കണ നക്കാപ്പിച്ചയ്ക്ക് 5 കഴിയണേ. ഈ ജോലി കിട്ടിയാൽ പിന്നെ രക്ഷയാ കുഞ്ഞെ. ആ അച്ഛൻ ഇന്നലെ പള്ളിയിൽ വിളിച്ച് പറഞ്ഞായിരുന്നു. ഈ വക കാര്യങ്ങൾ തിരുവനന്തപുരത്ത് പോയാലേ നടക്കത്തുള്ളൂ. അവിടെ MLA കണ്ട് കുറിപ്പടി മേടിച്ചേച്ച് വേണം പിന്നത്തെ കാര്യങ്ങൾ. ആ വലിയതോ അല്ലേ? അതെ. ആ ഉള്ളതാന്നോ? ആ നമുക്ക് നോക്കാം. എന്നാ മാവൻ പൊയ്ക്കട്ടെ. ഓ അങ്ങനാട്ടെ. പോകാം. അപ്പൊ പിന്നെ എങ്ങനെയാ മാത്തുക്കുട്ടി ചായ കാര്യങ്ങള്? നീ പോയിട്ട് കായംകുളം ട്രാൻസ്പോർട്ട് ഓഫീസിൽ വന്നാൽ മതി. ആ. എനിക്ക് അതിനിടയിൽ ഒരു കാര്യമുണ്ട്. നമ്മുടെ പൊയിലക്കാരൻ മാത്തൻ്റെ പരിപ്രയിലുള്ള വസ്തുവിൻ്റെ പ്രശ്നമുണ്ട്. മാമ ഞാൻ അവരാനോട് കായംകുളത്ത് വന്നേക്കാം. എന്താ? ഓ അങ്ങനാട്ടെന്നേ. എന്നാ പിന്നെ പറഞ്ഞ പോലെ ആട്ടെ. ഓ എടാ അവറാനെ, ഓ നീ ബാ. പോവാം. അതിനു മുമ്പേ നമുക്ക് ചില പണികളുണ്ട്. മാത്തുക്കുഞ്ഞ് വിചാരിച്ച ആ കാര്യം നടക്കും. കണ്ടില്ലയോ, ഇച്ചിരിക്ക് പോലും നേരമില്ല. വല്യപ്പച്ചൻ കഞ്ഞി കുടിച്ചില്ലേ കൊച്ചമ്മേ? ഓ 2 വറ്റ് ചെന്ന് കാണത്തില്ല കുഞ്ഞപ്പി. ഇച്ചിര കഞ്ഞിത്തളി കഴിച്ച് വായ്ക്ക് രുചിയില്ലെന്ന് തോന്നുന്നു. ഇനി പനി വല്ലതും ഉണ്ടോന്ന് ആരറിഞ്ഞ്. തൊട്ടു നോക്കിയിട്ടാന്നേ ചൂടൊന്നും കണ്ടില്ല. വല്യപ്പച്ചൻ ആദ്യ എല്ലാം കേട്ടോണ്ട് കിടക്കല്ലായിരുന്നോ? ഉള്ള കാലം മൊത്തം നയിച്ചേച്ചും അവസാന കാലത്ത് മക്കള് കണക്ക് പറയുന്ന കേൾക്കേണ്ടി വന്ന ആർക്കാ ദണ്ണം കാണാത്ത? അല്ലേ നീ ആള് കൊള്ളാലോ. പാത്രം ഒഴിഞ്ഞ പറയത്തില്ലയോ? വേണ്ടാഞ്ഞോണ്ടാ കൊച്ചമ്മേ, ഞാൻ കഴിച്ചു കഴിഞ്ഞു. അതാ. ഇതെന്തോ കഴിപ്പാ? ഇച്ചിരൂടെ കഴിച്ചേ. ഉണക്കക്കൊഞ്ചിനടിച്ച ചമ്മന്തി ഉണ്ടെന്ന് കഴിക്ക്. അല്ലേ നിർത്തിയോ? ഉണക്കക്കൊഞ്ചിന്റെ ചമ്മന്തി നിനക്ക് ഇഷ്ടമല്ലായിരുന്നോ? പിന്നെ ഇല്ലയോ, പണ്ട് ഉണക്കക്കൊഞ്ച് പൊടിക്കുന്ന മണം കിട്ടിയ ഞാൻ കാലത്തെ വന്നാലും ഉച്ചയ്ക്കേ പോകത്തുള്ളായിരുന്നു. കുടിക്കാനെ കൊണ്ട് ഇച്ചിരി വെള്ളം ഇങ്ങാട്ടെ. അയ്യോ, അനത്തിയ വെള്ളം തീർന്നുപോയി. ഇച്ചിരി പച്ചവെള്ളം തരട്ടോ? ഓ വീഴണ്ട.
കുഞ്ഞപ്പയ്ക്ക് അറിയാലോ അപ്പന്മാരുടെ സ്വഭാവം. ഇവിടെ ഉള്ളവരോട് ഞാൻ പറഞ്ഞ ചേട്ടന്മാരെ ആരെയും വിളിക്കണ്ടാന്ന്. എത്ര പ്രയാസമാന്നേലും അപ്പച്ചനെ ഒന്നും അറിയിച്ചിട്ടില്ല. ചോദിച്ചു നോക്കിയാട്ടെ. എനിക്കറിയാം കൊച്ചമ്മേ. അല്ലേലും കൈക്കണക്ക് പറയാൻ ഇതാണോ നേരം? ഇനിയിപ്പം ഞാൻ പോവുക. ശനിയാഴ്ച വരാം. വല്യപ്പച്ചന്റെ ചെലവിന് എന്തോ ആവശ്യമെന്നാ പറയണം. വല്യപ്പച്ചന്റെ ആവശ്യം കഴിഞ്ഞേ ഉള്ളു. ഇനി എന്തോ ആയാലും. ആ അതാ, ഒന്നും തന്നില്ലേലും ഈ മനസ്സാ വേണ്ടേ. എന്നാ പിന്നെ വല്യപ്പച്ചനെ കണ്ടേച്ച് ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ കൊച്ചമ്മേ. പെണ്ണില്ലയോ അവിടെ? ദാണ്ട വരുന്ന അപ്പച്ചാ. ഇതാ തായം. അപ്പച്ചൻ ആരേലും എപ്പോഴും അടുത്ത് തന്നെ വേണം. അല്ലേ അപ്പച്ചൻ എഴുതിക്കുവാന്നോ? ഇച്ചിരി നേരം കൂടെ കിടക്ക്. വല്ല തലകറക്കവും വല്ല ഉണ്ടായ വേനയാവത്തില്ലയോ? എനിക്കൊന്നും ഉണ്ടാവത്തില്ല പെണ്ണേ. വല്യപ്പച്ച ആരാ? ഞാനാ വല്യപ്പച്ച, കുഞ്ഞപ്പി. എന്റെ മോൻ കുഞ്ഞോമയുടെ കൊച്ചനോ? ആന്നപ്പച്ച, കുഞ്ഞോമച്ചാന്റെ മോൻ തന്നെയാ. ആ നീ വന്നേ, ഞാന് നിന്റെ കൈക്കൊന്ന് പിടിക്കട്ടെ. വാ ഇങ്ങോട്ടിരിക്കേ. നിന്റെ അമ്മച്ചിക്ക് സുഖമാണോ? ആന്ന്. കാലിന്റെ ഏനക്കേട് മാറിയോ? കോട്ടയത്ത് കൊണ്ടുപോയി കാണിച്ചായിരുന്നു? അപ്പച്ചൻ ആരാന്ന് പറഞ്ഞ കാര്യം പറയുന്നേ? ഇത് കുഞ്ഞപ്പിയാ അപ്പച്ച. ആഹാ, എനിക്കറിയാൻ വയ്യായോ പെണ്ണേ. അല്ലേ, അവൻ വന്ന് പറഞ്ഞതല്ലയോ അവളുടെ ഉപ്പൂറ്റിക്ക് നീര് വന്നെന്ന്. കോട്ടയത്ത് പോണമെന്നും പറഞ്ഞു. അവൻ വിചാരിച്ച് എനിക്കവനോട് കയറുവാന്ന്. ഇറയത്ത് വന്ന് തൂണും ചാരി നിന്നു. അന്തി കറുത്തപ്പോഴാ വന്നേ. ഇറങ്ങിച്ചെന്ന് ചോദിച്ച് ആരെ കാണാൻ വന്നയാന്ന്. അതുവരെ അന്തി ഉറങ്ങിയ വീട്ടിൽ അപ്പനെ കാണാൻ വന്നപ്പൻ ചോദിക്കും ആരെ കാണാൻ വന്നേ അന്ന്. അപ്പച്ചൻ ആരുടെ കാര്യമായി പറയുന്നേ? അവൻ വിടുവോ? നെഞ്ചു വിരിച്ചേ സംസാരിക്കത്തുള്ളു. അവൻ പറഞ്ഞു എൻ്റെ അപ്പനൊരാളുണ്ടെന്നും പറഞ്ഞു വന്നാന്ന്. അങ്ങനൊരാളിവിടെ ഇല്ലെങ്കിൽ പൊക്കോളാമെന്നും പറഞ്ഞ് ഇറങ്ങി നടന്നു കളഞ്ഞു. ഞാൻ പിന്നെ പുറയെ വിളിച്ചു. വിളക്കും എടുത്തോണ്ട് ഇറയത്തോട്ട് ഇറങ്ങിയെന്ന് ചോദിച്ചു, ആരാടാ നിന്റെ അപ്പനെന്ന്. അവൻ തിരിഞ്ഞു നിന്ന് തറപ്പിച്ചൊരു നോട്ടമാ. എന്നിട്ട് മുഖത്തേക്ക് നോക്കി ഒറ്റ പറച്ചില്, മേലാഴത്തെ കുഞ്ഞിനയിനാന്ന്. ഇരുട്ടത്ത് ഞാൻ കണ്ടയാ അവൻ്റെ കണ്ണില് കണ്ണീര് പൊടിച്ചത്.